കേരളത്തിലിപ്പോൾ കാലാവസ്ഥയേക്കാൾ വലിയ ചൂടാണ് രാഷ്ട്രീയത്തിലെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഓരോ നിമിഷവും പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിലെ വോട്ടർമാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ മുൾമുന്നിൽ നിർത്തുന്നത് കൂടിയാണ്. ഒരു ചൂടിനൊപ്പം അല്ലെങ്കിൽ ഒരു ചൂടിനൊപ്പം തന്നെ കേരളത്തിലെ നിയമസഭാ പോരാട്ടം അതിൻ്റെ എല്ലാ പാരമ്പര്യത്തിലും എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് ഭരണപക്ഷമായ CPM-നെ പോലും വല്ലാതെ ഞെട്ടിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. കേരളത്തിൽ UDF-ന് ഇത്തവണ അവിശ്വസനീയമായ മുന്നേറ്റം ഉണ്ടാകുമെന്നും കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാർക്ക് പുറമെ പുതുതായി 35-ലധികം സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് ജയിച്ചു കയറുമെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് വെറുമൊരു ഊഹാപോഹമല്ല, മറിച്ച് CPM നേതൃത്വത്തിന് തന്നെ ലഭിച്ചിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങളാണ് എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഗൗരവം അത്രത്തോളം വർദ്ധിപ്പിക്കുന്നത്. നിലവിൽ വെറും 42 സീറ്റുകൾ മാത്രമാണ് UDF-ന്റെ കയ്യിലുള്ളതെന്നത് നമുക്കറിയുന്ന കാര്യമാണ്. സംസ്ഥാനം ഭരിക്കണമെങ്കിൽ കുറഞ്ഞത് 72 സീറ്റെങ്കിലും UDF-ന് വേണ്ടി വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ വേറെ എവിടെ നിന്നാണ് ബാക്കി 30ഓളം സീറ്റുകൾ ലഭിക്കുക എന്നുള്ള വലിയ ആശങ്ക കോൺഗ്രസ് അണികൾക്കിടയിൽ പോലും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA-മാർ കൂടാതെ പുതുതായി 35 സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നാണ് അടിവരയിടുന്നത്. LDF-ന് തുടർ ഭരണമെങ്കിൽ CPM കേരളത്തിൽ തകരാൻ പറ്റാത്ത ശക്തിയായി മാറുമെന്നും അത് കോൺഗ്രസിനെ കേരളത്തിൽ തീർത്തും ദുർബലമാക്കുമെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. UDF എന്ന സംവിധാനം തന്നെ കേരളത്തിൽ ചിഹ്ന ഭിന്നമായി മാറാൻ സാധ്യതയുണ്ടെന്ന് BJP പോലും കണക്ക് കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അത്തരമൊരു രീതി നടക്കുന്നുണ്ടെന്നുള്ള കാര്യം UDF നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് തങ്ങൾ തന്നെ ജയിക്കുമെന്ന് UDF ഉറപ്പിച്ച് പറയുമ്പോഴും പലയിടത്തും സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായും ഇവിടെ പലപ്പോഴും അവിടെ സ്ഥാനാർത്ഥികളുടെ പേര് പറയുമ്പോൾ തന്നെ ചില മേഖലയിൽ വിജയസാധ്യത കുറവാണെന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള കടുത്ത ഭരണവിരുദ്ധ വികാരം ഇത്തവണ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വലിയ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെയോ നരേന്ദ്രമോദിയുടെ നിലപാടുകൾ കൊണ്ട് പലപ്പോഴും സംസ്ഥാന സർക്കാർ രക്ഷപ്പെട്ടു പോകുമ്പോഴും സത്യത്തിൽ CPM-നുള്ളിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായ അതിഭീകര ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അതിഭീകരമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടെങ്കിലും സ്ഥലം MLA-മാർക്ക് അല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാർക്കും അതുപോലെ അതാത് മേഖലയിലെ അതാത് മണ്ഡലത്തിലെ MLA-മാർക്കും അത്ര വലിയ വെറുപ്പില്ല എന്നുള്ളതും വാസ്തവകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് ഓരോ മണ്ഡലത്തിലും ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് CPM പ്രഖ്യാപിച്ചത്. ആ CPM പട്ടിക അതെല്ലാം വന്നതിന് ശേഷം കോൺഗ്രസ് വളരെ സാവധാനമെടുത്താണ് അവരുടെ പട്ടിക പ്രഖ്യാപിച്ചെന്ന് കൂടി നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ശക്തരായ MLA-മാരെ തോൽപ്പിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വരാൻ അത്യാവശ്യം ചെറിയ കാലതാമസമൊക്കെ വന്നെങ്കിലും അവരെടുത്ത തീരുമാനത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇവിടെ നമുക്കിപ്പോൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് ഇനി ആകെയുള്ളത് 8 ദിവസം മാത്രം ബാക്കി നിൽക്കെ നമുക്ക് പലയിടത്തും ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് വടക്കു നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂരിൽ നിന്നും സന്ദീപ് വാര്യർ ഇത്തവണ സഭയിലെത്തുമെന്നാണ് ഏകദേശം ഉറപ്പായിരിക്കുന്നത്. അടുത്ത കാലത്ത് BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയതാണെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ സ്വീകാര്യം നേടാൻ സന്ദീപ് വാര്യർക്ക് ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞിട്ടുമുണ്ട്. BJP-യിൽ നിന്നുള്ള വോട്ടുകൾ എത്രത്തോളം അദ്ദേഹത്തിന് ലഭിക്കുമെന്നതും ഈ തെരഞ്ഞെടുപ്പിലെ വലിയൊരു ഘടകമായി മാറുകയും ചെയ്യും. കണ്ണൂർ ജില്ലയിൽ വന്നാൽ കണ്ണൂർ നഗരത്തിൽ T. മോഹനൻ വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കണ്ണൂരിലെ MLA എങ്കിലും അതൊരു കോൺഗ്രസ് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള മണ്ഡലം എന്നതിനാൽ അവിടെ ഒരു അട്ടിമറി വിജയം T. മോഹനന് നേടാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കണ്ണൂരും കാസർഗോഡും സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ ഈ 2 സീറ്റുകൾ മാത്രമേ നിലവിൽ കോൺഗ്രസിന് അനുകൂലമായി കാണുന്നുള്ളൂവെങ്കിലും അതൊരു വലിയ നേട്ടം തന്നെയാണ്. വയനാട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ മാനന്തവാടിയിൽ ഉഷ വിജയൻ വിജയിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ജില്ലയിലെ ആദിവാസി വോട്ടുകൾ സാധാരണക്കാരുടെ പിന്തുണയും ഉഷ വിജയന് അനുകൂലമാകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്തവണ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഇത്തവണ CPM-നെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിയാൻ പോകുന്ന ജില്ല എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ആകെയുള്ള 13 സീറ്റുകളിൽ മുസ്ലിം ലീഗും KK രമയും മത്സരിക്കുന്ന ഒഴിച്ചാൽ ബാക്കി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ നിലവിൽ ഒരൊറ്റ MLA പോലുമില്ലാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് മാറും. നാദാപുരത്ത് KM അഭിജിത്തും കൊയിലാണ്ടിയിൽ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറും ബാലുശ്ശേരിയിൽ യുവതരംഗമായി മാറിയ വിദ്യാർത്ഥി നേതാവ് BT സൂരജും കോഴിക്കോട് നോർത്തിൽ അഡ്വക്കേറ്റ് K. ജയന്തും ജയിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ബാലുശ്ശേരിയിലെ യുവജനങ്ങളുടെ പിന്തുണ BT സൂരജന് വലിയ കരുത്ത് നൽകുന്നുമുണ്ട്. കോഴിക്കോട് വലിയൊരു വിജയമാണ് UDF-ഉം കോൺഗ്രസും ഇത്തവണ കാത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് സാധാരണ ലഭിക്കാറുള്ള 4 സീറ്റുകളിൽ 2 എണ്ണം മാത്രമാണ് ജയിച്ചു വരാറുള്ളത്. എന്നാൽ ഇത്തവണ ബാക്കിയുള്ള 2 സീറ്റുകൾ കൂടി തിരിച്ചു പിടിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. തവനൂരിൽ VS ജോയിയും പൊന്നാനിയിൽ KP നൌഷാദ് അലിയും വിജയിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ KT ജലീലിനെതിരെയുള്ള പ്രാദേശിക വികാരവും ജനങ്ങളുടെ മാറ്റത്തിനുള്ള ആഗ്രഹവും VS ജോയിക്ക് വലിയ ഗുണകരമാകുമെന്നാണ് കണക്കൂട്ടലെല്ലാം ഉണ്ടാകുന്നത്. പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ പട്ടാമ്പിയിൽ P. ഷാജി, തൃത്താലയിൽ VT ബൽറാം, ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ എന്നിവർ MLA-മാരായി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. പാലക്കാട് നഗരം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും ഇത്തവണ അവിടെ മത്സരിച്ച് ജയിക്കുന്നത് രമേശ് പിഷാരി ആയിരിക്കുമെന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകളെല്ലാം.
താരപരിവേഷവും കൃത്യമായ രാഷ്ട്രീയ നിലപാടും പിഷാരടിക്ക് അവിടെ വലിയ മൈലേജ് നൽകുന്നുമുണ്ട്. BJP പ്രതിരോധിക്കാനും ഇടതിനെയൊക്കെ മറികടക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകളെല്ലാം. തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായി കോൺഗ്രസിന് ആകെ ലഭിച്ചിരുന്നത് ഒരേ ഒരു സീറ്റായിരുന്നു. എന്നാൽ ഇത്തവണ അത് 4 സീറ്റുകൾ വരെയാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. മണലൂരിൽ TN പ്രതാപൻ കൂടി ജയിച്ചാൽ അത് 5ആയി ഉയരുകയും ചെയ്യും. കൃത്യമായി പറഞ്ഞാൽ വടക്കാഞ്ചേരിയിൽ വൈശാഖും, തൃശ്ശൂർ നഗരത്തിൽ രാജൻ പലനും, കൊടുങ്ങലിൽ OJ ജനീഷും പുതുതായി ജയിച്ചു വരുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എറണാകുളത്ത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കൊച്ചി സീറ്റ് മുഹമ്മദ് ഷിയാസിലൂടെയും കുന്നത്തുനാട് P സജീന്ദ്രനിലൂടെയും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് UDF കണക്ക് കൂടുന്നത്. തൃപ്പൂണിത്തുറ കൈവിടാതെ നോക്കാനുള്ള കടുത്ത പോരാട്ടവും അവിടെ നടക്കുന്നുമുണ്ട്. K ബാബുവിന്റെ സ്വാധീനം അവിടെ ഇത്തവണയും നിർണായകമാണ്. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും കിട്ടിയിരുന്നില്ല. ഹൈറേഞ്ച് മേഖലയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇത്തവണ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നതും. പീരുമേട്ടിൽ സിറീഖ് തോമസും ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവും വിജയിച്ച് MLA മാരാകുമെന്നും ഇവിടെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, CPM കരുത്തുറ്റ കോട്ടയ ഉടുമ്പൻചോലയിൽ സേനാപതി വേണു ഉണ്ടാക്കുന്ന മുന്നേറ്റം ഇടതുപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ മറ്റൊരു സർവേ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ പുതുതായി ജയിക്കാൻ സാധ്യതയുള്ളത് കാഞ്ഞിരപ്പള്ളിയിലെ റോണി കെ ബേബി മാത്രമാണ്. നിലവിലെ MLA പ്രൊഫസർ ജയരാജനും അദ്ദേഹത്തിന്റെ പിതാവ് നാരായണക്കുറുപ്പിനെയും കാലങ്ങളായി MLA മാരായി കണ്ടുമടുത്ത് നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളിക്ക് ഇത്തവണ ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് UDF പറയുന്നത്. ആ മാറ്റത്തിന് പ്രതീകമായി റൂണി കെ ബേബി മാറുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, ആലപ്പുഴ ജില്ലയിൽ UDFനകത്ത് വലിയൊരു മാറ്റമാണ് പ്രകടമാകുന്നതും. അരൂരിൽ ഷാനിമോൾ ഉസ്മാനും, ആലപ്പുഴയിൽ TD തോമസും, കായംകുളത്ത് M ലിജുവും, ചെങ്ങന്നൂരിൽ AB കുര്യാക്കോസും പുതുതായി MLA മാരായി സഭയിൽ ഉണ്ടാകുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾ നഷ്ടപ്പെട്ട പല മണ്ഡലങ്ങളും ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ UDFന് ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ വീണ ജോർജിനെ തോൽപ്പിച്ച് അബിൻ വർക്കി സഭയിലെത്തുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറുമെന്നാണ് UDFും പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അവിടെ അബിൻ വർക്കിക്ക് വലിയ തരംഗമുണ്ടാക്കാൻ സഹായിച്ചിട്ടുമുണ്ട്. റാന്നിയിൽ പടകുളം മധുവും അതുപോലെ തന്നെ അടൂരിൽ അഡ്വക്കേറ്റ് ശാന്തകുമാറും ജയിക്കുമെന്നും ഇവിടെ സർവേ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അടൂരിൽ CPM കുത്തക തീർക്കാൻ വേണ്ടി ശാന്തകുമാറിന് കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. കൊല്ലം ജില്ല LDFന്റെ ഉറച്ച കോട്ട തന്നെയാണ്. അവിടെ കോഴിക്കോട് ജില്ല കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്ന ജില്ല കൂടിയാണത്. അവിടെ കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും നിലവിലെ കോൺഗ്രസ് MLA മാർ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇത്തവണ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയും കൊല്ലം നഗരത്തിൽ ബിന്ദു കൃഷ്ണയും ഏകദേശം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. സിനിമാ താരമായ ഗണേഷ് കുമാറിനെതിരെ ചാമക്കാൽ നടത്തുന്ന പോരാട്ടം ഇത്തവണ ഫലം കാണുമെന്ന സൂചനകളും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ RSPയും അവിടെ 2 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അവസാനമായി തലസ്ഥാന നഗരിയിലേക്ക് വന്നാൽ ഇവിടെ ഇപ്പോഴും മേധാവിത്വം ഇടത് പാർട്ടിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഇടത് സംഘടനകൾക്കും ഇടതുപക്ഷത്തിനും തന്നെയാണ്. എങ്കിലും വട്ടിയൂർക്കാവിൽ K മുരളീധരനും, പാറശാലയിൽ നെയ്യാറ്റിൻകര സനിലും, വർക്കലക്കാരും പുതുതായി ജയിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും പാറശാലയിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല. പാറശാലയിൽ ഇവിടെ CK ഹരീന്ദ്രൻ തന്നെ ജയിച്ചു കയറുമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവും വേണ്ടെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, K മുരളീധരന്റെ വട്ടിയൂർക്കാവിലെ തിരിച്ചുവരവ് കോൺഗ്രസ് അണികളിൽ വലിയ ആവേശം നിറച്ചിട്ടുമുണ്ട്. മറ്റു ചില മണ്ഡലങ്ങളിൽ എടുത്തു പറയുമ്പോൾ ഇവിടെ നെയ്യാറ്റിൻകര മണ്ഡലം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അവിടെ N ശക്തനും അതുപോലെ K ആൻസലിനും അതുപോലെ തന്നെ ചെങ്ങൽ രാജശേഖരനുമാണ് മത്സരിക്കുന്നത്. അതായത് N ശക്തൻ UDF സ്ഥാനാർത്ഥി, K ആൻസലൻ LDF സ്ഥാനാർത്ഥി, ചെങ്ങൽ രാജശേഖരൻ NDA സ്ഥാനാർത്ഥി. അങ്ങനെ 3 മത്സരിക്കുന്നതിൽ ഇവിടെ ശക്തനാണോ അല്ലെങ്കിൽ ആൻസലാണോ ജയിച്ചു കയറി എന്നുള്ളതാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. ശക്തനാണ് മേൽക്കോയ്മ എന്നാണ് ഇവിടെ കോൺഗ്രസ് പറയുന്നെങ്കിലും അതല്ല. ആൻസലൻ 3ാം തവണയും അതീവ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും തന്നെയാണ് ആൻസലിനും പറയുന്നത്. അങ്ങനെ അവിടെയും വലിയ തരത്തിലുള്ള മത്സരം കിടന്നിട്ടുണ്ട്. മറ്റു പല മണ്ഡലങ്ങളിൽ അവസാന നിമിഷം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ നോക്കിയാൽ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കോൺഗ്രസിന് പുതിയ 35ലേറെ MLA മാർ സഭയിലെത്തുമെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ ഭരണചക്രം തിരിക്കാൻ പോകുന്നത് UDFന് വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല. പുതിയൊരു കേരളം, പുതിയൊരു വികസനം എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് മുന്നേറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫലം വരുന്നതുവരെ ഇനി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കേരളം ആര് ഭരിക്കുമെന്നറിയാൻ.